തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു, അതിൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്തായിരുന്നു, അതിൽ BJP അത്തരമൊരു ഗൂഢാലോചന അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ, അതിൽ പോലീസ് ആരോപണ വിധേയരായി പോലീസിൽ തന്നെ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും അതേക്കുറിച്ച് പറയുന്നത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയത് ആരാണെന്ന് തെളിയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം, സത്യാവസ്ഥ ജനങ്ങൾ അറിയേണ്ടതുണ്ട്, ജനങ്ങൾക്ക് അറിയണമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഇതിപ്പോൾ ADGP RSSന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതൊരു വാർത്ത മാത്രമാണ്. ഇപ്പോൾ വാർത്തയോടുള്ള പ്രതികരണം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ വാർത്ത ശരിയാണെങ്കിൽ അത് അതീവ ഗൗരവമായ ഒരു വിഷയമായി തന്നെ ഗവൺമെൻറ് കാണണം എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഒരു കക്ഷി RSS ആണെന്നുള്ളതാണ്. ഈ പൂരം അലങ്കോലപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒറ്റ കക്ഷി മാത്രമേ ഇവിടെയുള്ളൂ, അത് RSSും BJPയുമാണ്, സംഘപരിവാറാണ്. പൂരസ്നേഹികൾ പൂരത്തെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആളുകൾ പൂരം കലക്കിയിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കണം എന്ന് വിചാരിച്ചിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് വസ്തുതകൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് വരട്ടെ, വന്നതിന് ശേഷം കൂടുതൽ പ്രതികരിക്കുന്നതാണ് ഭംഗി. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽകുമാർ രാവിലെ സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി സുനിൽകുമാർ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. ഇതേക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം, ജനങ്ങൾ അറിയണം എന്ന നിലയിലാണല്ലോ അദ്ദേഹം നിരന്തരം ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശരത്ത്, ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണമെന്നുള്ള ആവശ്യമാണ് ആവർത്തിച്ച VS സുനിൽകുമാർ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വാർത്ത സംബന്ധിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ആരാണ് ഇത്തരത്തിൽ പൂരം അലങ്കോലപ്പെടുത്തി അതിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിലേക്ക് കടന്നത് എന്നുള്ളത് ജനങ്ങൾ തന്നെ അറിയേണ്ടതുണ്ട്. അതിന് ഈ റിപ്പോർട്ട് പുറത്തു വരണം. റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ അതിനകത്ത് കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. അതായത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിക്കൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരണം. അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിനകത്ത് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നത് അത് പുറത്തു വരണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ നിജസ്ഥിതി ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ചാണ് VS സുനിൽകുമാർ സൂചിപ്പിച്ചത്. രാവിലെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ADGP RSS നേതാവുമായി തൃശ്ശൂർ പാറമേക്കാവിൽ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വാർത്തയാണ് വന്നത്. ഈ വാർത്ത സത്യമാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു എങ്കിൽ അതിനകത്ത് അന്വേഷണം വരട്ടെ എന്നുള്ളത് തന്നെയാണ് സുനിൽകുമാറിൻ്റെ ഒരു നിലപാട്. അത്തരത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ കൃത്യമായ കാര്യം, ഒരു കക്ഷി ആരാണെന്ന് വ്യക്തമായി, ഇനി എന്താണ് എന്നുള്ള സംബന്ധിച്ചുള്ള വ്യക്തത കൃത്യമായ ഒരു എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണ റിപ്പോർട്ടിലൂടെ വരുമ്പോൾ അത് ജനങ്ങൾക്കാണ് ബോധ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പൂരസ്നേഹികൾക്ക് അക്കാര്യം ബോധ്യപ്പെടുമെന്നും സുനിൽകുമാർ ആവർത്തിക്കുകയുണ്ടായി. ശരത്. ശരി, സുനിൽ അരുമാനൂരാണ് ഇപ്പോൾ ഈ വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് VS സുനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പ്രതികരിച്ചത്.